PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024 എക്സാമിന് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ ആരംഭിച്ചിട്ടുണ്ട്. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് പഠിച്ചു തീരാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. സിലബസ് കംപ്ലീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് മുന്നേ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. വളരെ കുറച്ച് ടോപ്പിക്സുകളാണ് നമ്മൾ ഓരോ ദിവസവും ക്ലാസ് ആയിട്ട് നൽകുന്നത്. ഓക്കെ, കാലത്ത് 10 മണിക്ക് GK പോർഷൻസ്, ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ രാത്രി 8 മണിക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ മോക്ക് ടെസ്റ്റ് ലൈവായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓർഡറിൽ നമുക്ക് പോവാം. കൃത്യമായിട്ട് നോട്ട്ബുക്കും പെന്നും കയ്യിൽ വെച്ചേക്കാം. മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും എല്ലാത്തിനും സെപ്പറേറ്റ് നോട്ട് കരുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ട്ബുക്കും പെന്നും കയ്യിൽ വയ്ക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് താഴെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടെ ശ്രമിക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണേ. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുള്ള PDF കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും പഠിക്കുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് നൽകുന്നതും എല്ലാം ടെലിഗ്രാം വഴിയാണ്. സോ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസ്, ഒരു സെൻറ്റൻസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് ആണെന്ന് കണ്ടുപിടിക്കുക. അതായിരിക്കും PSC പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് നമുക്ക് ചോദിക്കുന്നത്. ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് എന്താണ്, ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണോ, അല്ലെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണോ, അല്ലെങ്കിൽ അത് ഏത് തരം സെൻറ്റൻസ് ആണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതൽ വരിക. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ ആദ്യം തന്നെ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒരു സെൻറ്റൻസിനെ നമുക്ക് അതിൻ്റെ പർപ്പസിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ ആദ്യം എങ്ങനെയാണ്, ബേസ്ഡ് ഓൺ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ, പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ആ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഈ പർപ്പസ് അല്ലെങ്കിൽ ഫംഗ്ഷൻ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് 4 രീതിയിലാണ്. 4 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സ്ട്രക്ചറിനനുസരിച്ചും നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ബേസ്ഡ് ഓൺ പർപ്പസ്. ബേസ്ഡ് ഓൺ പർപ്പസ് നമുക്ക് സെൻറ്റൻസിനെ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, 4 ആയിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തേതാണ് പർപ്പസ് അനുസരിച്ചിട്ടുള്ളത് അസേർട്ടീവ് സെൻറ്റൻസ്. ഏതാണ് 4 തരത്തിലുള്ളത്? ആദ്യത്തേത് അസേർട്ടീവ് സെൻറ്റൻസ് എന്നുള്ളതാണ്. അസേർട്ടീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻറ്ററോഗേറ്റീവ്, അതുപോലെ എക്സ്ക്ലമേറ്ററി. ഇങ്ങനെ 4 ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. പർപ്പസ് അനുസരിച്ച് നമുക്കൊരു സെൻറ്റൻസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്നും പറയും കേട്ടോ. അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് എന്നും പറയാറുണ്ട്. ഓക്കെ, അസേർട്ടീവ്, ഡിക്ലറേറ്റീവ് ഓർ സ്റ്റേറ്റ്മെന്റ് സെൻറ്റൻസ് എന്നും പറയാറുണ്ട്. ദെൻ രണ്ടാമത്തേതാണ് ഇൻറ്ററോഗേറ്റീവ്, അതുപോലെ ഇമ്പറേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഇങ്ങനെ നമുക്ക് 4 രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. പർപ്പസ് അനുസരിച്ച് ഇപ്പം തന്നെ പഠിച്ചേക്കണേ. പർപ്പസ് അനുസരിച്ച് നമുക്ക് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അതും 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലെക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഏതൊക്കെയാണ് സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലെക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലെക്സ് സെൻറ്റൻസ്. ഇനി ഈ 4 സ്റ്റേറ്റ്മെന്റ്, പർപ്പസ് അനുസരിച്ചിട്ടുള്ള 4 എണ്ണം, സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള 4 എണ്ണം, അങ്ങനെ 8 തരത്തിലുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, നമുക്ക് നോക്കിയാലോ. ആദ്യം നമ്മൾ ബേസ്ഡ് ഓൺ പർപ്പസ് അനുസരിച്ചിട്ടുള്ള സെൻറ്റൻസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് എങ്ങനെയാണ്, അസേർട്ടീവ് അല്ലെങ്കിൽ നമ്മൾ ഡിക്ലറേറ്റീവ് എന്ന് പറഞ്ഞല്ലേ. അസേർട്ടീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് അസേർട്ടീവ് ആണോ ഡിക്ലറേറ്റീവ് ആണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ അത് അസേർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് നമ്മൾ പറയാം. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിക്കുന്ന സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കത് എന്തെന്ന് പറയാം, അതിനെ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ആണ്, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഹി ഈസ് എ ബോയ് അല്ലെങ്കിൽ ദിസ് ഇസ് എ കാർ. ഓക്കെ, അതെല്ലാം എന്താണ്, അതെല്ലാം സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പോൾ ഹി ഈസ് എ ബോയ് എന്ന് പറയുന്നു, അതൊരു സിമ്പിൾ സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് അസേർട്ടീവ് എന്ന് പറയാം. ദിസ് ഇസ് എ കാർ, അതെന്താണ്, ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആണ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണ്, അതൊരു സ്റ്റേറ്റ്മെന്റിനെയാണ് കുറിക്കുന്നത്. ഇനി ഇത് നമുക്ക് പെട്ടെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഒരു സെൻറ്റൻസ് കണ്ടാൽ അത് അസേർട്ടീവ് ആണോ എന്നുള്ളത്. അതിനെങ്ങനെയാണ് കണ്ടെത്താൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും,
സബ്ജക്റ്റിലായിരിക്കും തുടങ്ങുക. ഇവിടെ നോക്കിക്കേ, ദിസ് ഇസ് എ ബോയ്, ദിസ് ഇസ് എ കാർ. അതുപോലെ ദ ബോയ്സ് ആർ പ്ലേയിങ്, ദ ബോയ്സ് ആർ പ്ലേയിങ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം, ഇവിടെ സബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ, സെന്റൻസ് എല്ലാം സബ്ജക്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സബ്ജക്റ്റിൽ തുടങ്ങി അവസാനം എന്തുണ്ടായിരിക്കും, ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസിനെ നമ്മൾ എന്തെന്ന് പറയും, അസേർട്ടീവ് സെന്റൻസ് എന്നാണ് പറയാം. സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന സെന്റൻസിനെ നമുക്ക് അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. ഈ അസേർട്ടീവ് അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെന്റൻസിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് അഫർമേറ്റീവ് സെന്റൻസ്, ഒന്നെന്താണ് അഫർമേറ്റീവ് സെന്റൻസ്, രണ്ട് നെഗറ്റീവ് സെന്റൻസ്. അഫർമേറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും. അപ്പോൾ ഇതിൽ അസേർട്ടീവ് സെന്റൻസിനെ തന്നെ അഫർമേറ്റീവും നെഗറ്റീവും ആക്കുമ്പോൾ ഇതിൽ എന്താ പ്രത്യേകത, അസേർട്ടീവ് സെന്റൻസ് അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് അത് പോസിറ്റീവ് മീനിങ് ആണ് തരുന്നതെങ്കിൽ അതിനെ അഫർമേറ്റീവ് എന്നും, നെഗറ്റീവ് മീനിങ് ആണ് തരുന്നതെങ്കിൽ അതിനെ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് എന്നും പറയും. ഓക്കെ, പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ പോസിറ്റീവ്, അഫർമേറ്റീവ് ആണ്. നെഗറ്റീവ് മീനിങ് ആണ് തരുന്നതെങ്കിൽ നെഗറ്റീവ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ ഹി ഈസ് എ ബോയ് അല്ലെങ്കിൽ ദിസ് ഇസ് എ കാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് മീനിങ് ആണ് അല്ലേ, അപ്പോൾ അത് അഫർമേറ്റീവ് ആണ്. എന്നാൽ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ യു കാൺട്ട് സ്റ്റേ ഹിയർ എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു സെന്റൻസ് തന്നെയാണ്. അപ്പോൾ ഇത് അസേർട്ടീവ് സെന്റൻസ് ആണ്. പക്ഷെ ഇവിടെ എന്തുണ്ട്, യു കാൺട്ട് സ്റ്റേ ഹിയർ, ഇവിടെ ഒരു നെഗറ്റീവ് വേർഡ് ഉണ്ട് അല്ലേ, കാൺട്ട്, നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് മീനിങ് ആണല്ലോ. അപ്പം അങ്ങനെയുള്ള അസേർട്ടീവ് സെന്റൻസിനെ നമുക്ക് എന്തെന്ന് പറയാം, നെഗറ്റീവ് സെന്റൻസ് എന്ന് പറയാം. കിട്ടിയല്ലോ? ഓക്കെ, അപ്പോൾ ഒരു അസേർട്ടീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലായി. അടുത്തത് ഇമ്പറേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ്, നമ്മൾ ഒരാളോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യില്ലേ, ഓക്കെ, ആ റിക്വസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരാളെ വിഷ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഒരാളോട് ഓർഡർ ഇടും അല്ലേ, അങ്ങനെയുള്ള ഓർഡർ, റിക്വസ്റ്റ്, വിഷ്, കമാൻഡ് അങ്ങനെയുള്ള സെന്റൻസുകളാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ഇമ്പറേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നുകിൽ വെർബിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് പ്ലീസ് എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ കൈൻഡ്ലി എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡു നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്ലീസ്, കൈൻഡ്ലി, ഡു നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ സെന്റൻസുകളും എന്തായിരിക്കും, ഇമ്പറേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളൊരു റിക്വസ്റ്റ് പറയണം, പ്ലീസ് ഗീവ് മീ യുവർ പെൻ, അതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ പ്ലീസിലായിരിക്കും അത് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ. അപ്പോൾ ഒരു റിക്വസ്റ്റിനെ കുറിക്കുന്നത് എന്താണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. ഇനി എന്താണ്, നമ്മൾ ഒരാളോട് ഓർഡർ ഇടുവാണ് അല്ലേ, ഡു നോട്ട് ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഡു നോട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്തു, അത് നമ്മൾ ഒരാളോട് കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ പറയുവാണ് അല്ലേ. അപ്പം അങ്ങനെയുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ എന്താണ് ഒരു വിഷ്, ഇങ്ങനെയുള്ള സെന്റൻസിനെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്ലീസിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, കൈൻഡ്ലി, ഡു നോട്ടിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിനെയാണ് ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസ് മനസ്സിലായല്ലോ. പ്ലീസ് ഗീവ് മീ യുവർ പെൻ, ഷട്ട് ദ ഡോർ, ഓപ്പൺ ദി ഡോർ, ഓക്കെ, ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് അല്ലെങ്കിൽ ക്ലോസ് ദ വിൻഡോ, ഷട്ട് യുവർ മൗത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതൊക്കെ എന്താണ്, ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. കിട്ടിയല്ലോ? അടുത്തത് ഇൻറ്ററോഗേറ്റീവ്. ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. അതായത് ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കില്ലേ, അങ്ങനെയുള്ളതിനെയാണ്. അതായത് ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ വാട്ട്സ് യുവർ നെയിം, ഒരു ചോദ്യമാണ് അല്ലേ, നിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താ, ഇൻറ്ററോഗേറ്റീവ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഡു യു ലൈക്ക് ഐസ്ക്രീം, നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ, അതൊരു ചോദ്യമാണ്. അങ്ങനെ ചോദ്യ രൂപേണ വരുന്ന സെന്റൻസുകളെല്ലാം എന്താണ്, ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്താ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ മാർക്കുള്ള സെന്റൻസ് എല്ലാം എന്താണ്, ഇൻറ്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ 2 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒന്ന് WH ക്വസ്റ്റ്യൻസ്, രണ്ട് എസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ, WH ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ വാട്ട്, വേർ, വൈ. നമുക്കറിയാം WH വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതൊക്കെയാണ്, വാട്ട്, വേർ, വൈ, വെന്, ഹൗ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ. ഇതാണ് WH ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തുടങ്ങുന്നത്, വാട്ടിൽ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ്, വാട്ട് ഈസ് യുവർ നെയിം അല്ലേ, ദെൻ വേർ ഈസ് യുവർ ഹൗസ്, വൈ ആർ യു ക്രൈങ്,
ഓക്കെ, അങ്ങനെ തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, വാട്ടിൽ വെച്ച്, വേറിൽ വെച്ച്, വൈ, വെന്ന്, അതിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇന്ററോഗേറ്റീവ് ആണ്. ഇനി എസ് ഓർ നോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ എസ് അല്ലെങ്കിൽ നോ ആയിരിക്കും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ ഡു യു ലൈക്ക് ഐസ്ക്രീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നിനക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഒന്നുകിൽ എസ് ആയിരിക്കും അല്ലെങ്കിൽ നോ ആയിരിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. അപ്പൊ അത് എന്താണ്? അതും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതും ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആയിരിക്കും. ആർ യു കമ്മിങ് വിത്ത് മീ? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എസ് ഓർ നോ ആയിരിക്കും അതിന്റെ ആൻസർ ആയിട്ട് വരാം, അല്ലെ? അപ്പൊ അതും എന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിൽ സെന്റൻസിലെ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. എക്സ്ക്ലമേഷൻ മാർക്ക്. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആശ്ചര്യചിഹ്നം, അല്ലെ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക്, വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, എന്നിട്ട് അവിടെ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നമുണ്ട്. അപ്പോൾ അതെന്തായി? അതൊരു എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയി. അതുപോലെ ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്. ഹൗ ക്യൂട്ട് ദ ബേബി ലുക്സ്, അല്ലേ? അപ്പോൾ അവിടെ എന്തുണ്ട്? എക്സ്ക്ലമേഷൻ ഉണ്ട്, എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. അങ്ങനെയുള്ള സെന്റൻസിനെയാണ് നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയാം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി ഈ എക്സ്ക്ലമേറ്ററി ചിഹ്നം അല്ലാതെ നമുക്ക് എക്സ്ക്ലമേറ്ററി സെന്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില വേർഡ്സ് ഉണ്ട്. ഇപ്പോൾ എക്സ്ക്ലമേഷൻ കാണിക്കാനുള്ള വേർഡ്സ് ആണ് അലാസ്, അതുപോലെ ഹുറേ, അലാസ്, ഹുറേ, അതുപോലെ ബ്രാവോ, ഓ, ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? അതെല്ലാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. അലാസ്, ഹുറേ, ബ്രാവോ, ഓ എന്നൊക്കെ പറയുന്നത് എക്സ്ക്ലമേറ്ററി വേർഡ് സെന്റൻസ് കണ്ടുപിടിക്കാനുള്ള ഈസി ആയിട്ടുള്ള വഴിയാണ്. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ ആ സെന്റൻസ് ഒക്കെ എന്തായിരിക്കും? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ബേസ്ഡ് ഓൺ നമ്മൾ എന്ത് പറഞ്ഞു? പർപ്പസ്, അല്ലെ? 4 തിരിച്ചു. അസേർട്ടീവ് നമ്മൾ പഠിച്ചു, ഇംപറേറ്റീവ് പഠിച്ചു, ഇൻട്രോഗേറ്റീവ് പഠിച്ചു, എക്സ്ക്ലമേറ്ററി പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് വീണ്ടും 4 തിരിക്കാമെന്ന് പറഞ്ഞു, അല്ലെ? സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലെക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലെക്സ് സെന്റൻസ്. അപ്പോൾ ഇവിടെ സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു മെയിൻ ക്ലോസ് മാത്രം ഉള്ള സെന്റൻസിനെ ആയിരിക്കും സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം കേട്ടോ. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസ് ആയിരിക്കും സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. അതായത് മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റുമുള്ള സെന്റൻസ്. സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന രീതിയിൽ വരുന്ന സെന്റൻസിനെയാണ് നമുക്ക് സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ദ സ്കൈ ഈസ് ബ്ലൂ. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ക്ലോസ് ആണ്, അല്ലെ? ദ സ്കൈ ഈസ് ബ്ലൂ. ഇവിടെ എന്തുണ്ട്? സബ്ജക്റ്റും ഉണ്ട്, ഒബ്ജക്റ്റും ഉണ്ട്, അല്ലെ? സബ്ജക്റ്റും ഉണ്ട്, അതിന്റെ ഒരു പ്രെഡിക്കേറ്റും ഉണ്ട്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. ഓക്കെ, അവിടെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, ഒരു മെയിൻ ക്ലോസ് മാത്രമാണ്. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഓക്കെ, ഹി ഈസ് എ ബോയ്, നമ്മൾ അസേർട്ടീവ് സെന്റൻസ് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം എന്താണ്? സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഹി ഈസ് എ ബോയ്, ദ സ്കൈ ഈസ് ബ്ലൂ എന്നൊക്കെ പറയുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി ചിലപ്പോൾ നമുക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള ചില സെന്റൻസുകൾ കാണാൻ പറ്റും. അപ്പോൾ അത് സിമ്പിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചില വേർഡ്സ് ഉണ്ട്. ബീയിങ്ങിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഹാവിങ്, ബീയിങ്, ഹാവിങ്, ഇത് രണ്ടും വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസ് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, ഇത് സിമ്പിൾ സെന്റൻസ് അല്ല എന്ന് തോന്നും. പക്ഷെ ബീയിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹാവിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നതോ സെന്റൻസ് എന്താണ്? അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു മെയിൻ ക്ലോസ് മാത്രമുള്ള സെന്റൻസിനെ നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്നാണ് പറയുക. അതുപോലെ ബീയിങ്, ഹാവിങ്ങിൽ തുടങ്ങുന്ന സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ഓക്കെ, 2 മെയിൻ ക്ലോസ് മാത്രം. നേരത്തെ ഒരു മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആണ്. 2 മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇപ്പോൾ 2 മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ക്ലോസ് ഉണ്ടാവും, അതിന് 2നും പൂർണ്ണമായ അർത്ഥം ഉണ്ടാവും. ഇവിടെ ഒരു മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു സെന്റൻസ്, അതാണ് സിമ്പിൾ സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുമ്പോൾ 2 മെയിൻ ക്ലോസ് ഉണ്ടാവും. ഓരോ മെയിൻ ക്ലോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പൂർണ്ണമായ അർത്ഥവും ഉണ്ടായിരിക്കും. ഓക്കെ,
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കോളൂ, വി മസ്റ്റ് ഈറ്റ് ഓർ വി ക്യാനോട്ട് ലീവ്. ഇതൊരു കോമ്പൗണ്ട് സെൻറ്റൻസാണ്. വി മസ്റ്റ് ഈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ക്ലോസ് ആണ് അല്ലേ? വി മസ്റ്റ് ഈറ്റ്, നമ്മൾ ഭക്ഷണം എന്തായാലും കഴിക്കണം. വി കനോട്ട് ലീവ്, നമുക്ക് അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല, അതും എന്താണ്? കംപ്ലീറ്റ് മീനിങ് തരുന്ന ഒരു സെൻറ്റൻസ് ആണ്. വി മസ്റ്റ് ഈറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മീനിങ് തരുന്ന സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ ഓർ എന്ന് പറയുന്ന ഇത് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഓറിനെ നമ്മൾ പറയുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് പറയും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്താണ് എന്ത് പറയുക? ഓറിനെ പറയുക. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഇങ്ങനെയുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് കേട്ടോ. അതായത് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് തരുന്ന, പൂർണ്ണമായ അർത്ഥം തരുന്ന രണ്ട് സെൻറ്റൻസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസ് കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ നമ്മളത് പറഞ്ഞു തരാം. ഓർ നമ്മൾ പറഞ്ഞു, അതൊരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതുപോലെ തന്നെ ആൻഡ്, രണ്ട് സെൻറ്റൻസുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ ബോത്ത് ആൻഡ്, അതുപോലെ ആസ് വെൽ ആസ്, ദെൻ നോട്ട് ഓൺലി ബട്ട് ഓൾസോ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, അതുപോലെ സ്റ്റിൽ, സ്റ്റിൽ, ബട്ട്, ഓൺലി, ദെൻ എയ്തർ ഓർ, അതുപോലെ നെയ്തർ നോർ, അതുപോലെ എൽസ്, therefore, therefore, then for, അതുപോലെ consequently, consequently, hence, however, however, otherwise, otherwise, whereas, whereas. ഇതെല്ലാം എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു സെൻറ്റൻസ് തന്നിട്ട് അത് കോമ്പൗണ്ട് സെൻറ്റൻസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഓർ, ആൻഡ്, ബോത്ത് ആൻഡ്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, സ്റ്റിൽ, ബട്ട്, ഓൺലി, എയ്തർ ഓർ, നെയ്തർ നോർ, എൽസ്, therefore, for, consequently, hence, however, otherwise, whereas. ഇതെല്ലാം വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിലേതെങ്കിലും വാക്കുകൾ ആ ഒരു സെൻറ്റൻസിലുണ്ടെങ്കിൽ അത്തരം വേർഡ്സ് എന്തായിരിക്കും? കോമ്പൗണ്ട് സെൻറ്റൻസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ഓരോ മെയിൻ ക്ലോസിനും പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കും. രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ഓർ, ആൻഡ്, ബട്ട്, ആസ് വെൽ ആസ്, നോട്ട് ഓൺലി ബട്ട് ഓൾസോ, സ്റ്റിൽ, ബട്ട്, നെയ്തർ നോർ, therefore അങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം സെൻറ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, പിന്നെയോ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. ഓക്കെ, ഒരു മെയിൻ ക്ലോസും വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. അതായത് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് അർത്ഥം തരുന്നതാണ്. ആ സെൻറ്റൻസ് തനിയെ നിൽക്കുമ്പോഴും അതിന് അർത്ഥം ഉണ്ടായിരിക്കും. പക്ഷെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ടാവില്ല, കംപ്ലീറ്റ് മീനിങ് ഉണ്ടാവില്ല. പക്ഷെ മെയിൻ ക്ലോസിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ അതിന് മീനിങ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സെൻറ്റൻസ് ആണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയാം. അപ്പോൾ ഒരു മെയിൻ ക്ലോസും പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഇഫ് യു സ്റ്റഡി വെൽ, ഇഫ് യു ആണ്, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ, യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ, യു വിൽ പാസ് ദ എക്സാമിനേഷൻ, നീ എക്സാമിനേഷൻ വിജയിക്കും അല്ലേ? അതിന് പൂർണ്ണമായ ഒരു അർത്ഥമുണ്ട്. അപ്പോൾ അതെന്താണ്? മെയിൻ ക്ലോസ് ആണ്. ഇത് മെയിൻ ക്ലോസ് ആണ്. നീ എക്സാം പാസ്സാവും എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണ്. ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ എന്താണ് അവിടെ? അത് കംപ്ലീറ്റ് ആണോ? അല്ല. അപ്പോൾ ഇതിന് മീനിങ് കംപ്ലീറ്റ് അല്ല. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റഡി വെൽ, നീ നന്നായിട്ട് പഠിച്ചാൽ എന്ത് ബാക്കി എന്തോ ഉണ്ടല്ലേ അവിടെ, അത് ഇൻകംപ്ലീറ്റ് ആണ്.
അപ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് മെയിൻ ക്ലോസ് ആണ്. അത് തനിയെ നിൽക്കുമ്പോഴും അതിന് പൂർണ്ണമായ അർത്ഥം വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സെന്റൻസുകളെയാണ് ഒരു മുഴുവൻ അർത്ഥം തരുന്ന ഒരു മെയിൻ ക്ലോസും തനിയെ നിൽക്കുമ്പോൾ അർത്ഥം തരാത്ത ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കോംപ്ലെക്സ് സെന്റൻസ് എന്നാണ് പറയുക. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. അതുപോലെ ആസ് ഇറ്റ് വാസ് ഹോളിഡേ നോബഡി കെയിം ടു ദ ഓഫീസ്. നോബഡി കെയിം ടു ദ ഓഫീസ്, ആരും ഓഫീസിൽ വന്നില്ല. അതിന് പൂർണ്ണമായ ഒരു അർത്ഥമുണ്ട്. അതൊരു മെയിൻ ക്ലോസ് ആണ്. എന്നാൽ ആസ് ഇറ്റ് വാസ് എ ഹോളിഡേ, അതൊരു ഹോളിഡേ ആയിരുന്നതിനാൽ അവിടെ എന്തോ ബാക്കി പറയാനുണ്ട്, അത് കംപ്ലീറ്റ് അല്ല. അപ്പം അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള സെന്റൻസുകളെയാണ് നമ്മൾ കോംപ്ലെക്സ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെയും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്തിട്ടുണ്ട്? ഈഫ്. ഈഫ് എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. സബോർഡിനേറ്റ് കൺജങ്ഷൻ. അപ്പോൾ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു കോംപ്ലെക്സ് സെന്റൻസ് എന്താണെന്ന് അറിയാത്തവരാണെങ്കിൽ കൂടി ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈഫ് ഉള്ളതുകൊണ്ട് മാത്രം ഇതൊരു കോംപ്ലെക്സ് സെന്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ട്, അതിനെയാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ് എന്ന് പറയുക. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഈഫ്. ഈഫ് ഉണ്ടോ ഒരു സെന്റൻസിൽ, അത് കോംപ്ലെക്സ് സെന്റൻസ് ആയിരിക്കും. അതുപോലെ ദാറ്റ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വെന്, ദാറ്റ്, വെന്, ഈഫ്, വേർ, വിച്ച്, വൈ, how, if, as, then as though, as if ആണ് കേട്ടോ, as if, as though, wherever, then as soon as, since. ഇങ്ങനെ ഉള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ സെന്റൻസ് എന്തായിരിക്കും? അത് കോംപ്ലെക്സ് സെന്റൻസ് ആയിരിക്കും. ഇതെല്ലാമാണ് സബോർഡിനേറ്റ് കൺജങ്ഷൻസ്. സബോർഡിനേറ്റ് കൺജങ്ഷൻസിന് എക്സാമ്പിൾ ആണ് ഈഫ്, ദാറ്റ്, വെന്, വേർ, വിച്ച്, വൈ, ഹൗ, ആസ് ഇഫ്, ആസ് ദോ, വെറെവർ, ആസ് സൂൺ ആസ്, സിൻസ്. ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് കോംപ്ലെക്സ് സെന്റൻസ് ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അടുത്തത് കോമ്പൗണ്ട് കോംപ്ലെക്സ് സെന്റൻസ്. ആ പേരിൽ തന്നെയുണ്ട്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പൗണ്ട് സെന്റൻസ് നമ്മൾ പറഞ്ഞു, രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ അതെന്തായി? കോമ്പൗണ്ട് സെന്റൻസ് ആയി അല്ലേ? രണ്ട് മെയിൻ ക്ലോസ് മാത്രമാണെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി. കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ഒരു മെയിൻ ക്ലോസും പിന്നെ ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടെ വേണ്ടേ? അപ്പോൾ ഈ കോംപ്ലെക്സിൻ്റെ ക്യാരക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് മെയിൻ ക്ലോസ്, കോമ്പൗണ്ടിൻ്റെ ക്യാരക്ടർ എന്താ? രണ്ട് മെയിൻ ക്ലോസ്, അതിൻ്റെ കൂടെ ഒരു സബോർഡിനേറ്റ് ഒന്നല്ല, ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസസും കൂടെ വരുന്നതാണ്. വൺ ഓർ മോർ കേട്ടോ, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും കൂടെ വരുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലെക്സ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് മെയിൻ ക്ലോസ് മാത്രം, കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും പിന്നെ സബോർഡിനേറ്റ് ക്ലോസും. അപ്പോൾ കോമ്പൗണ്ട് കോംപ്ലെക്സ് എന്ന് പറയുമ്പോൾ രണ്ട് മെയിൻ ക്ലോസും ഒന്നോ അതിൽ കൂടുതലോ സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് കോംപ്ലെക്സ് സെന്റൻസ് എന്ന് പറയാം. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സാമ്പിൾ ഇതാണ്, വൈൽ ഹീ പ്ലേഡ് harmonium. While he played harmonium, his wife sang and his daughter danced കേട്ടോ, danced. ഇത് ഒരു കോമ്പൗണ്ട് കോംപ്ലെക്സ് സെന്റൻസ് ആണ്. While he played harmonium, his wife sang and his daughter danced. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സെന്റൻസിന് പൂർണ്ണമായ അർത്ഥം നൽകണം. അപ്പം 2 മെയിൻ ക്ലോസസ് വേണം. പൂർണ്ണമായ അർത്ഥം നൽകുന്ന രണ്ട് ക്ലോസുകൾ വേണം. ഇവിടെ ഏതൊക്കെയാ? ഹിസ് വൈഫ് സാങ്, അവൻ്റെ ഭാര്യ പാടി, പൂർണ്ണമായ അർത്ഥം ഉണ്ടല്ലോ. അടുത്തത് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ്, അവൻ്റെ ഡോട്ടർ ഡാൻസ് കളിച്ചു, അതും പൂർണ്ണമായ അർത്ഥമുണ്ട്. അപ്പം രണ്ട് പൂർണ്ണമായ അർത്ഥം വരുന്ന സെന്റൻസുകളെ ആൻഡ് എന്ന് പറയുന്ന, ഇതെന്താണ്? ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. നമ്മൾ പറഞ്ഞില്ലേ കോമ്പൗണ്ട് സെന്റൻസിന്റെ ക്യാരക്ടർ എന്താ? രണ്ട് മെയിൻ ക്ലോസുകളെ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇതെന്തായി? ഇത് കോമ്പൗണ്ട് സെന്റൻസിന്റെ ക്യാരക്ടറായി. ഇനി സബോർഡിനേറ്റ് ക്ലോസ് വേണം അല്ലേ? കോംപ്ലെക്സ് സെന്റൻസിന്റെ ക്യാരക്ടർ ഉണ്ടാവണമെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് വേണം. പിന്നെ എന്തും കൂടെ വേണം? സബോർഡിനേറ്റ് കൺജങ്ഷനും കൂടെ വേണം. അപ്പോൾ ഇവിടെ സബോർഡിനേറ്റ് കൺജങ്ഷൻ ഏതാ? വൈൽ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്.
ഹീ പ്ലേഡ് ഹാർമോണിയം. വൈൽ ഹീ പ്ലേഡ് ഹാർമോണിയം. അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ് അല്ലേ. അതിനൊറ്റയ്ക്ക് നിൽക്കുമ്പോൾ പൂർണ്ണമായ അർത്ഥം വരുന്നില്ല. അപ്പോൾ അതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്, ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ട്, ഇവിടെ രണ്ട് മെയിൻ ക്ലോസും അതിനെ കണക്ട് ചെയ്ത് കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഇത് എന്ത് തരം സെൻറ്റൻസ് ആണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അതുപോലെ മറ്റൊരു എക്സാമ്പിളും കൂടെ നോക്കാം. As long as it was dry, we climbed up the climbed up the steep hillsides and races on their level tops. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയുണ്ട്? ആസ് ലോങ് ആസ് ഇറ്റ് വാസ് ഡ്രൈ. ഇതെന്താണ്? ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ് അല്ലേ. തനിയെ നിൽക്കുമ്പോൾ വലിയ മീനിങ് ഒന്നുമില്ല. അതിൽ നമുക്കൊരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട്. ആസ് ലോങ് ആസ്. സബോർഡിനേറ്റ് കൺജങ്ഷൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആയി. ഇനി രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. വി ക്ലൈംഡ് അപ്പ് ദ സ്റ്റീപ്പ് ഹിൽ സൈഡ്സ്. അതൊരു പൂർണ്ണമായിട്ടുള്ള അർത്ഥം തരുന്ന സെൻറ്റൻസ് ആണ്. അതുപോലെ റേസസ് ഓൺ ദെയർ ലെവൽ ടോപ്സ്. കംപ്ലീറ്റ് ആയിട്ട് അർത്ഥമുണ്ട്. അപ്പം രണ്ട് മെയിൻ ക്ലോസ് ഇവിടെ കിടക്കുന്നുണ്ട്. അതിനെ കണക്ട് ചെയ്ത് ഇതേ കിടക്കുന്ന ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ട്. അപ്പോൾ കോമ്പൗണ്ടും ഉണ്ട്, കോംപ്ലക്സും ഉണ്ട് അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്, രണ്ട് മെയിൻ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള സെൻറ്റൻസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ആ സെൻറ്റൻസുകൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് പ്രീവിയസ് ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുക, ആദ്യത്തേത് ഷട്ട് ദ ഡോർ ഈസ് ആൻ. എന്ത് സെൻറ്റൻസ് ആണ്? ഷട്ട് ദ ഡോർ. നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു കമാൻഡ് അല്ലെങ്കിൽ ഒരു ഓർഡർ, ഒരു വിഷ്, ഇതിനെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ നമ്മൾ ഒരാളോട് കമാൻഡ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഇത് എന്ത് തരം സെൻറ്റൻസാ? ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. നിങ്ങൾ സ്വന്തമായിട്ട് പറയാൻ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കണേ. അടുത്തത് ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് എന്ത് പറയാണ്? ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്ന് പറയുന്നു അല്ലേ. അപ്പോൾ അതൊരു എന്താണ്? റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്കൊരു ഓർഡർ ആയിട്ട് പറയാം. രാത്രി കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യപ്പെട്ട് പറയാം, അല്ലെങ്കിൽ ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് ആ ഒരു രീതിയിൽ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഇത് എന്താണെങ്കിലും എന്താ? ഇംപെറേറ്റീവ് ആണ്. ഇംപെറേറ്റീവ്. ഡോണ്ട് പ്ലേ അറ്റ് നൈറ്റ് എന്ന് പറയുമ്പോൾ ഇംപെറേറ്റീവ്, ഇല്ലെങ്കിൽ നമ്മൾ പറയും ഡു നോട്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു അല്ലേ. അടുത്തത് ദ മൂൺ ഷൈൻസ് അറ്റ് നൈറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. The moon shines at night is an example of. The moon shines at night. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. The moon shines at night. ചന്ദ്രൻ രാത്രിയാണ് ഉദിക്കുന്നത് അല്ലേ. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് എന്ത് സെൻറ്റൻസ് ആണ്? ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അസേർട്ടീവ് സെൻറ്റൻസ്. രണ്ടും ഒന്നാണ്. ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ അസേർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് പറയാം. അടുത്തത് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ദ സെൻറ്റൻസ് ഈസ് ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. അതെന്താണ്? ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ സാധാരണ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? ഒരു ഡിക്ലറേറ്റീവ് അല്ലെങ്കിൽ ഒരു അസേർട്ടീവ് സെൻറ്റൻസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തത് ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക്. ഹെൽപ്പ് മീ ടു ഡു ദിസ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് എന്താണ്? സഹായം ചോദിക്കുകയാണ്, ഒരു റിക്വസ്റ്റ് ചോദിക്കുകയാണ്. സോ റിക്വസ്റ്റിനെ കാണിക്കുന്നത് എന്ത് തരം സെൻറ്റൻസ് ആണ്? ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. റിക്വസ്റ്റിനെ കാണിക്കുന്നത് ഇംപെറേറ്റീവ് സെൻറ്റൻസ് ആണ്. കിട്ടിയല്ലോ. അടുത്ത എക്സാമ്പിൾ നോക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീൻ. സീൻ കഴിഞ്ഞിട്ട് എവിടെ നോക്കിക്കേ? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട് അല്ലേ. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ എന്ത് തരം സെൻറ്റൻസാ? എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്തത് ആസ് സൂൺ ആസ് ദ ഡോഗ് സോ ഇറ്റ്സ് മാസ്റ്റർ ഇറ്റ് സ്റ്റാർട്ടഡ് വാഗിങ് ഇറ്റ്സ് ടെയിൽ. എന്താണ്? ആസ് സൂൺ ആസ് ദ ഡോഗ് സോ ഇറ്റ്സ് മാസ്റ്റർ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇറ്റ് സ്റ്റാർട്ടഡ് വാഗിങ് ഇറ്റ്സ് ടെയിൽ. അത് അതിൻ്റെ വാലാട്ടാൻ തുടങ്ങി. അത് കംപ്ലീറ്റ് ആയിട്ടൊരു മീനിങ് തരുന്നുണ്ട് അല്ലേ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് മീനിങ് തരുന്ന ഒരു മെയിൻ ക്ലോസും ഉണ്ട്, കൂടാതെ ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ട്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ള സെൻറ്റൻസ് എന്ത് തരം സെൻറ്റൻസ് ആണ്? കോംപ്ലക്സ് സെൻറ്റൻസ് ആണ് അല്ലേ. കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉള്ളതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയാം. അടുത്ത നോക്കിയേ, യു ക്യാൻ ലീവ് ഓർ സ്റ്റേ. യു ക്യാൻ ലീവ്
ഓർ സ്റ്റേ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് തരം സെൻറ്റൻസ് ആണ്? ഇവിടെ നിങ്ങൾക്ക് തോന്നും ഇത് സാധാരണ യു ക്യാൻ ലീവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇമ്പറേറ്റീവ് എന്ന് എഴുതാൻ തോന്നാം, അല്ലെങ്കിൽ ഒരു സാധാരണ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് തോന്നാം. പക്ഷേ യു ക്യാൻ ലീവ് ഓർ സ്റ്റേ എന്നാണ്. ഈ ഓറിന്റെ പ്രത്യേകത എന്താ? നമ്മൾ പറഞ്ഞു ഓർ എന്ന് പറയുന്നത് ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് അല്ലേ? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അപ്പൊ ഇത് എന്ത് തരം സെന്റൻസാ? ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കാരണം രണ്ട് മെയിൻ ക്ലോസ് ഉണ്ട്. സ്റ്റേ എന്ന് പറയുമ്പോൾ അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്. യു ക്യാൻ ലീവ് അതിനും പൂർണ്ണമായ അർത്ഥമുണ്ട്. അതിന് രണ്ടിനെയും കൂടെ ഓർ എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത് എന്ത് സെന്റൻസാ? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഓർ കണ്ടപ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താം. അതിനാണ് നമ്മൾ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അതുപോലെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. കണ്ടോ, ഇവിടെ കോംപ്ലക്സ് സെന്റൻസ് ആയപ്പോൾ ആസ് സൂൺ ആസ് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അവിടെ വന്നു. ഓക്കെ, അപ്പോൾ അത് അങ്ങനെയുള്ള വേർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. അതിനാണ് അത് പഠിക്കാൻ പറഞ്ഞത് കേട്ടോ. അടുത്തൊരു എക്സാമ്പിൾ നോക്കിക്കേ. ചൂസ് ദ സിമ്പിൾ സെന്റൻസ്. തന്നിരിക്കുന്നതിൽ സിമ്പിൾ സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു മെയിൻ ക്ലോസ് ആണ് ഉണ്ടായിരിക്കേണ്ടത് അല്ലേ? ഒരു മെയിൻ ക്ലോസ് മാത്രം, സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും മാത്രമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സിമ്പിൾ സെന്റൻസ് നമുക്ക് ഇതിൽ ചൂസ് ചെയ്യണം. വായിച്ചു നോക്കാം നമുക്ക്. ആദ്യത്തേത്, അലി ആൻഡ് ടോം വെന്റ് ടു ദി പാർക്ക് ഇൻ ദ ഈവനിങ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ആൻഡ് ഒക്കെ കാണുമ്പോൾ ഇത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കോമ്പൗണ്ടിലോട്ടൊക്കെ പോകാനായിട്ട് തോന്നും. പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, അലി എന്ന് പറയുന്നത് എന്താ? ഒരാളുടെ പേരാണ് അല്ലേ? അതൊരു സബ്ജക്റ്റ് ആണ്. അതല്ലാതെ പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു കാര്യമൊന്നുമല്ല. ഒരാളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് പേരുകളെ തമ്മിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് തന്നെ അലി ആൻഡ് ടോം എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. വെന്റ് ടു ദി പാർക്ക് ഇൻ ദി ഈവനിങ്. അലി ആൻഡ് ടോം വെന്റ് ടു ദി പാർക്ക് ഇൻ ദി ഈവനിങ്. അപ്പോൾ ഒരു സബ്ജക്റ്റുമായി ഒരു പ്രെഡിക്കേറ്റുമായി. അപ്പോൾ ഇതെന്താണ്? ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. ആദ്യത്തേതിൽ തന്നെ നമുക്ക് കിട്ടി. ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി പറയാം ഏതൊക്കെ സെന്റൻസ് ആണെന്നുള്ളത്. അടുത്ത നോക്കിക്കേ, രവി വെന്റ് ടു ദി മാർക്കറ്റ് ആൻഡ് ബോട്ട് സം ഫ്ലവർ. ഇവിടെ നോക്കിക്കേ, രവി വെന്റ് ടു ദി മാർക്കറ്റ്. രവി മാർക്കറ്റിലോട്ട് പോയി, കംപ്ലീറ്റ് ആയിട്ട് അർത്ഥമുണ്ട് അല്ലേ? ബോട്ട് സം ഫ്ലവർ, കുറച്ച് പൂക്കൾ വാങ്ങി, അതിനും അർത്ഥമുണ്ട്. രണ്ട് പൂർണ്ണമായ അർത്ഥമുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എന്ത് തരം സെന്റൻസാ? ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ്. ഇനി അടുത്ത് നോക്കാം. രാജു ലൈക്ഡ് ദ വാച്ച് വിച്ച് ഈസ് ഹിസ് ആൺ പ്രസന്റ്. രാജു ലൈക്ക് ദ വാച്ച്. രാജുവിന് വാച്ച് ഇഷ്ടപ്പെട്ടു. പൂർണ്ണമായ അർത്ഥം തരുന്ന ഒരു സെന്റൻസ് ആണ് അല്ലേ? വിച്ച് ഈസ് ഹിസ് ആൺ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണമായ അർത്ഥം ഉണ്ടോ? ഇല്ല. ഇത് തനിയെ നിൽക്കുമ്പോൾ ഇതിന് അർത്ഥമൊന്നുമില്ല. രാജു ലൈക്ക് ദ വാച്ച് വിച്ച് ഈസ് ഹിസ് ആൺ പ്രസന്റ് എന്ന് പറയുമ്പോൾ അതിന് അർത്ഥമുണ്ട്. പക്ഷെ തനിയെ നിൽക്കുമ്പോൾ വിച്ച് ഈസ് ഹിസ് ആൺ പ്രസന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു മീനിങ് ഉണ്ടോ? കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ ഇതൊരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഇവിടെ വിച്ച് എന്ന് പറയുന്ന ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എന്ത് തരം സെന്റൻസാ? ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റും കൂടെ വന്നാൽ കോംപ്ലക്സ് സെന്റൻസ് ആണ്. കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ, അടുത്തത്, ദ ഹൗസ് വാസ് സോ ബ്യൂട്ടിഫുൾ ദാറ്റ് ഹി ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ദ ഹൗസ് വാസ് സോ ബ്യൂട്ടിഫുൾ. എന്താണിത്? ഇത് ഒരു കംപ്ലീറ്റ് മീനിങ് തരുന്ന സെന്റൻസ് ആണ്. ദ ഹൗസ് വാസ് സോ ബ്യൂട്ടിഫുൾ. ദെൻ ഹി ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. അവനത് വാങ്ങാൻ തീരുമാനിച്ചു. കംപ്ലീറ്റ് ആയിട്ടുള്ള അർത്ഥം തരുന്നുണ്ട്. ഇവിടെ ദാറ്റ് എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ? രണ്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളെ കണക്ട് ചെയ്തതുകൊണ്ട് ഇതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ബാക്കി ആദ്യത്തേത് മാത്രമാണ് സിമ്പിൾ സെന്റൻസ് ഉള്ളത്. ബാക്കിയെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സെന്റൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി എങ്ങനെയാണ് സിമ്പിൾ സെന്റൻസ്, എന്താണ് കോമ്പൗണ്ട് സെന്റൻസ്, എങ്ങനെയാണ് കോംപ്ലക്സ് സെന്റൻസ്, എങ്ങനെയാണ് കോമ്പൗണ്ട് കോംപ്ലക്സ്, ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുതിയ രീതിയിൽ PSC പരീക്ഷയ്ക്ക് പുതിയ രീതിയിൽ ഈ ഭാഗത്ത് നിന്നും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓരോന്നിൻ്റെയും നമ്മൾ സിലബസ് വൈസ് പോർഷൻസ് ഒക്കെ തീർത്തതിന് ശേഷം നമ്മൾ മുൻവർഷ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യും. അപ്പോൾ ആരും വിഷമിക്കേണ്ട. അതുകൊണ്ട് അപ്പോൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനുള്ള ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും കേട്ടോ. വൊക്കാബുലറി ഒക്കെ പഠിക്കാനായിട്ട് നമ്മൾ കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് എങ്ങനെയുണ്ട്, ഇതുപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ ഒന്ന് നിങ്ങളുടെ സജഷൻസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊക്കെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ മറ്റുള്ള ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രമിക്കുക. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടെലിഗ്രാം വഴിയാണ് വരുന്നത്, PDF കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്